ഹായ് മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് 4 മാർക്ക് വാങ്ങിയാലോ? പോരി. റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ 2 മേന്മകൾ എഴുതാൻ അങ്ങോട്ട് പറഞ്ഞത്. സിമ്പിൾ അല്ലേ? മൂപ്പർ എന്താടാ, കോളംസ് വിൽ ബി വാക്കന്റ്. കോളംസ് വിൽ ബി വാക്കന്റ്. പുതിയ മൂലങ്ങൾക്ക് മൂപ്പർ എന്ത് ഒഴിച്ചിട്ടിരുന്നു? സ്ഥലം ഒഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്ഥാനം ഒഴിച്ചിട്ടാണ് മൂപ്പര് പോയത് അല്ലെ. അടുത്തത് രണ്ടാമത്തെ എന്താടാ, മൂപ്പര് ഒരേ സ്വഭാവം കാണിക്കുന്നവരെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി അല്ലെ. സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നവരെ സെയിം ഗ്രൂപ്പായി തിരിച്ചു. സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നവരെ സെയിം എന്താക്കി തിരിച്ചടാ? ഗ്രൂപ്പാക്കി തിരിച്ചു. സെറ്റല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഡിഡ് ഡൊബറൈനർ ക്ലാസിഫൈ എലമെന്റ്സ്? ഡൊബറൈനർ എലമെന്റ്സിനെ അല്ലെങ്കിൽ മൂലങ്ങളെ വർഗീകരിച്ചത് എങ്ങനെ? ത്രികങ്ങളായിട്ട് അഥവാ ട്രയാഡ്സ്. ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് ആയിട്ടാണ് തിരിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ബി ക്വസ്റ്റ്യൻ, ന്യൂലാൻഡ്സിന്റെ വർഗീകരണം ഏത് പേരിൽ അറിയപ്പെടുന്നു? വാട്ട് ഈസ് ദ നെയിം ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂലാൻഡ്സ്? നിങ്ങൾക്കറിയാം, ലോ ഓഫ് ഒക്ടേവ്സ്. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുമ്പോൾ എന്താടാ? അഷ്ടമ നിയമം. എന്താണ്? അഷ്ടമ നിയമം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഹൂ ഇസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആരാന്നാ ചോദിച്ചത്. അത് ഞാൻ ചോദിക്കുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ആൻസർ എന്ത് ചെയ്യുക? താഴെ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, സീ യു.